പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 15 സമാധാന പദ്ധതിക്ക് മറുപടിയായി പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇറാൻ. ഇറാനിലെ അമേരിക്ക-ഇസ്രായേലി ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഗൾഫ് മേഖലയിലെ എല്ലാ യു.എസ്. സൈനിക താവളങ്ങളും അടച്ചുപൂട്ടണം. ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഭീകരർക്കെതിരായ ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തലാക്കണം. ഇറാനുമേൽ ഏർപ്പെടുത്തിയ എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കണം. ഈജിപ്തിലെ സൂയസ് കനാലിന് സമാനമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ ഇറാനെ അനുവദിക്കുന്ന പുതുക്കിയ ക്രമീകരണങ്ങൾ. ശത്രുത പുനരാരംഭിക്കില്ലെന്ന ഉറപ്പ്. യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇറാന്റെ ആണവ പദ്ധതികൾ നിലനിർത്താൻ അനുവദിക്കുക തുടങ്ങിയവയാണ് ഇറാന്റെ പ്രധാന നിബന്ധനകൾ. വാൾസ്ട്രീറ്റ് ജേണലാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതേസമയം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇറാന്റെ ഭരണകൂടമെടുക്കുന്ന തീരുമാനങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ പരിധി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിസമ്മതിച്ചതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇറാന്റെ നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളി. യാഥാർത്ഥ്യബോധമില്ലാത്ത നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് അമേരിക്കയുടെ നിലപാട്. അതേസമയം ഇറാന്റെ ആവശ്യങ്ങൾ സമാധാന ചർച്ചകളെ സങ്കീർണമാക്കുമെന്നാണ് യു.എസ്. അറബ് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്.